പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, വചനവിസ്മയം 18ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ എപ്പിസോഡിൽ നാം ധ്യാന വിഷയമാക്കുന്നത് മറിയം എലിസബത്തിനെ സന്ദർശിക്കുന്ന സംഭവമാണ്. ആരാധനാക്രമ വത്സരത്തിലെ ഒന്നാമത്തെ കാലമായ വചനിപ്പ് കാലത്തെ അഥവാ സുബോറോ കാലത്തെ ആഗമന കാലമെന്നും മംഗളവാർത്ത കാലമെന്നും അറിയപ്പെടുന്നുണ്ട്. വചനിപ്പ് കാലത്ത് ക്രിസ്മസ് വരെയുള്ള ഞായറാഴ്ചകളിൽ സക്കറിയായോടുള്ള അറിയിപ്പ്, പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അറിയിപ്പ്, ദൈവമാതാവ് എലിസബത്തിനെ സന്ദർശിക്കുന്നത്, സ്നാപക യോഹന്നാൻ്റെ ജനനം, മാർ യൗസേപ്പിനുണ്ടായ ദർശനം എന്നീ സംഭവങ്ങളാണ് നമ്മുടെ വിചിന്തനത്തിനായി തിരുസഭാ മാതാവ് നിർദ്ദേശിച്ചു തന്നിട്ടുള്ളത്. അതോടൊപ്പം പഴയ നിയമത്തിൽ നിന്ന് ഇസഹാക്കിൻ്റെ ജനനം, സാംസൻ്റെയും സാമുവേലിൻ്റെയും ജനനം, ദാവീദിനോടുള്ള ഉടമ്പടി എന്നീ സംഭവങ്ങളും അനുസ്മരിക്കുന്നു. കർത്താവിൻ്റെ വരവിന് മുന്നോടിയായുള്ള ഈ മഹത്തായ രക്ഷാകര ഇടപെടലുകളുടെ പശ്ചാത്തലത്തിലാണ് മനുഷ്യാവതാര രഹസ്യത്തെ നാം മനസ്സിലാക്കേണ്ടത്. പരിശുദ്ധ മറിയം എലിസബത്തിനെ സന്ദർശിക്കുന്ന സംഭവമാണ് വചനിപ്പ് കാലത്തെ ഈ മൂന്നാമത്തെ ഞായറാഴ്ച നാം അനുസ്മരിക്കുന്നത്. ഈ ദിനത്തിൽ നമ്മുടെ വിചിന്തനത്തിനും ധ്യാനത്തിനുമായി നൽകപ്പെട്ടിട്ടുള്ള സുവിശേഷ ഭാഗം ലൂക്ക 1:39 മുതൽ 56 വരെയുള്ള വാക്യങ്ങൾ. ഈ സുവിശേഷ ഭാഗത്ത് 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പ്രതിപാദിക്കുന്നത്. 1, മറിയം എലിസബത്തിനെ സന്ദർശിക്കുന്നത്. 2, മറിയത്തിൻ്റെ സ്തോത്രഗീതം. മാലാഖയുടെ അറിയിപ്പ് കേട്ട് വചനത്തിനു മുന്നിൽ സ്വയം സമർപ്പിച്ച മറിയത്തിൽ വചനം മാംസം ധരിച്ചപ്പോൾ അവൾ എലിസബത്തിനെ സന്ദർശിക്കുന്നതിനായി തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. ലൂക്ക 1:39. മറിയം തിടുക്കത്തിൽ പോയത് എന്തിനു വേണ്ടിയാണ്? എലിസബത്തിനെ ശുശ്രൂഷിക്കാൻ എന്നാണ് പൊതുവെ പറയാറുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ തൻ്റെ ചാർച്ചക്കാരിയെ ശുശ്രൂഷിക്കുവാനുള്ള തിടുക്കമായിരുന്നോ അവളുടേത്? അല്ല. അവളുടെ തിടുക്കത്തിന് മറ്റു 3 പ്രധാന കാരണങ്ങളുണ്ട്. 1, സ്നാപക യോഹന്നാൻ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയുമെന്ന് സക്കറിയായോട് ദൈവദൂതനിലൂടെ ദൈവം മുൻകൂട്ടി അറിയിച്ചിരുന്നു. ലൂക്ക 1:15. ഇത് നിവർത്തിയാക്കാൻ പരിശുദ്ധാത്മാവ് അവളിൽ ജനിപ്പിച്ച തിടുക്കമാണ് മറിയത്തിൻ്റെ തിടുക്കത്തിനു പിന്നിലെ ഒരു പ്രധാന കാര്യം. മറിയം സക്കറിയായുടെ ഭവനത്തിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. ലൂക്കായുടെ സുവിശേഷ ദർശനത്തിൽ ഈ കുതിച്ചുചാട്ടം സമാഗതമായ രക്ഷയുടെ ആനന്ദത്തെയും ദൈവാത്മ നിറവിനെയും സൂചിപ്പിക്കുന്നു. രണ്ടാമതായി, അവൾ തിടുക്കത്തിൽ പോയത് തൻ്റെ ഉദരത്തിൽ വളരുന്ന വചനമാകുന്ന അഥവാ യേശുവാകുന്ന സുവിശേഷവും അവനിൽ സമാഗതമാകുന്ന രക്ഷയുടെ ആനന്ദവും പങ്കുവയ്ക്കാനുള്ള തിടുക്കത്താലാണ്. ഇതും പരിശുദ്ധാത്മാവ് ജനിപ്പിച്ച തിടുക്കമാണ്. എലിസബത്തും പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. രക്ഷയുടെ പുതുയുഗം സമാഗതമായി. പുതുയുഗ പിറവിയെ സംബന്ധിച്ച ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ അവിടെ നിന്ന് നിറവേറ്റി തുടങ്ങി. ഈ രക്ഷയുടെ അനുഭവം നുകർന്ന എലിസബത്തും മറിയവും ഒന്ന് ചേർന്ന് ദൈവത്തെ സ്തുതിച്ചു. രക്ഷയുടെ അനുഭവത്തിൽ നിന്ന് ദൈവസ്തുതിപ്പിലേക്കുയരുന്ന മനുഷ്യ ഹൃദയങ്ങളെയാണ് ഇവിടെ നാം കാണുന്നത്. ആഴമായ ദൈവാനുഭവത്തിൽ നിന്നുളവാകുന്ന ദൈവാത്മ പ്രേരിതമായ പ്രാർത്ഥനയും കൃതജ്ഞതാ സ്തോത്രവുമാണിത്. ഇപ്രകാരം എലിസബത്തിനോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കാനുള്ള തിടുക്കമാണ് മറിയത്തിൻ്റെ തിടുക്കത്തിനുള്ള മൂന്നാമത്തെ കാരണം. ദൈവസാന്നിധ്യം അനുഭവിച്ചറിഞ്ഞവർ ഒന്നിച്ചു ചേരുമ്പോഴുമാണ് മനുഷ്യഹൃദയങ്ങളിൽ യഥാർത്ഥമായ ആരാധനയുടെയും സ്തുതിയുടെയും കൃതജ്ഞതയുടെയും ഭാവങ്ങൾ ഉണരുന്നത്. മറിയം എലിസബത്തിൻ്റെ അടുക്കലേക്ക് തിടുക്കത്തിൽ പോയതിനു പിന്നിൽ ഈ 3 കാരണങ്ങളുമാണുള്ളത്.
മറിയം 3 മാസം എലിസബത്തിനോടുകൂടെ താമസിച്ചപ്പോൾ അവൾക്ക് എന്തെങ്കിലുമൊക്കെ ശുശ്രൂഷകൾ ചെയ്തു കൊടുത്തു കാണും, സംശയമില്ല. പക്ഷേ അതല്ല മറിയത്തിൻ്റെ തിടുക്കത്തിനുള്ള പ്രധാന കാരണം. മറിയത്തിൻ്റെ തിടുക്കത്തിനു പിന്നിൽ മുകളിൽ പറഞ്ഞ 3 കാരണങ്ങളുമാണുള്ളത്. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്തു വരാനുള്ള ഈ ഭാഗ്യം എനിക്കെവിടെ നിന്ന്? കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. പരിശുദ്ധ മറിയത്തെ കർത്താവിൻ്റെ അമ്മയെന്ന് ആദ്യം അഭിസംബോധന ചെയ്തത് എലിസബത്താണ്. ഈ ദൈവിക വെളിപാടിൻ്റെ വെളിച്ചം എലിസബത്തിന് ലഭിച്ചത് പരിശുദ്ധാത്മാവ് മുഖാന്തരമാണ്. അടുത്തതായി നമുക്ക് മറിയത്തിൻ്റെ സ്തോത്രഗീതത്തിലേക്ക് കടക്കാം. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ. ലൂക്ക 1:46 മുതൽ 56 വരെയുള്ള വാക്യങ്ങൾ. രക്ഷയുടെ അനുഭവത്തിൽ നിന്നുളവാകുന്ന ആനന്ദവും വിനയവും ദൈവത്തോടുള്ള കൃതജ്ഞതയും നിറഞ്ഞു തുളുമ്പുന്ന ഈ സ്തോത്രഗീതം നമുക്കും ദൈവത്തെ നിരന്തരം സ്തുതിക്കുവാനുള്ള പ്രചോദനമരുളുന്നു. രക്ഷകൻ സ്വഹൃദയത്തിൽ ജനിച്ചാൽ നമ്മുടെ സാന്നിധ്യത്തിൽ മറ്റുള്ളവർക്കും യേശു അനുഭവമുണ്ടാകും. എലിസബത്തിനെ പോലെ നമ്മോട് ബന്ധപ്പെടുന്നവരും പരിശുദ്ധാത്മാവിനാൽ നിറയും. ഹൃദയത്തിൽ യേശു ജനിച്ചാലേ മറിയത്തെ പോലെ സുവിശേഷം പ്രഘോഷിക്കാനുള്ള തിടുക്കവും ദൈവത്തെ സ്തുതിക്കുവാനുള്ള ആത്മീയ ഉണർവും ഉണ്ടാവുകയുള്ളൂ. ക്രിസ്മസിനായുള്ള ഒരുക്കത്തിൻ്റെ ഈ കാലയളവിൽ നമുക്കും പരിശുദ്ധാത്മ നിറവ് ലഭിക്കാൻ, വചനം ധ്യാനിച്ച് പരിശുദ്ധാത്മ നിറവിൽ വളരാൻ പ്രത്യേകം പ്രാർത്ഥിക്കാം. നിരന്തര ധ്യാനത്തിലൂടെയും ധ്യാനപൂർവമുള്ള പ്രാർത്ഥനയിലൂടെയും നമുക്കും വചനത്തോട് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് സ്വയം സമർപ്പിച്ച് തൃപാദത്തിലിരുന്ന് ധ്യാനിക്കാം. അങ്ങനെ അത്യുന്നതൻ്റെ ശക്തി നമ്മിലും വന്ന് ആവസിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ തിടുക്കം ദൈവം നമ്മിലും ജനിപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളും പ്രവചനങ്ങളും ഇന്ന് നമ്മിലൂടെയും നിറവേറട്ടെ. പരിശുദ്ധ അമ്മ എലിസബത്തിൻ്റെ അടുക്കലെത്തിയപ്പോൾ എന്ന പോലെ നമ്മിലൂടെയും അനേകർ പരിശുദ്ധാത്മാവിനാൽ പൂരിതരാകട്ടെ. രക്ഷയുടെ ആനന്ദത്തിൻ്റെ ഒരു നവയുഗം ഇന്ന് നമ്മുടെ ഇടയിലും സംജാതമാകട്ടെ. ഈ ദിനത്തിൽ നമ്മുടെ ധ്യാനത്തിനായി നൽകപ്പെട്ടിട്ടുള്ള പഴയ നിയമഭാഗങ്ങൾ 1 സാമുവേൽ 2:1 മുതൽ 10 ഹന്നായുടെ സ്തോത്രഗീതവും യെശയ്യാ 12:2 മുതൽ 6 രക്ഷയുടെ കീർത്തനവുമാണ്. ഹന്നായുടെ കീർത്തനത്തിന് മറിയത്തിൻ്റെ കീർത്തനത്തോട് ചില സമാനതകളുണ്ട്. യെശയ്യാ 12:2 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ യേശുവിൽ സമാഗതമായ രക്ഷയുടെ ആനന്ദത്തെക്കുറിച്ചുള്ള പ്രവചനമാണ് കാണുന്നത്. ഇതാ ദൈവമാണ് എൻ്റെ രക്ഷ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കും, ഞാൻ ഭയപ്പെടുകയില്ല. എന്തെന്നാൽ ദൈവമായ കർത്താവ് എൻ്റെ ബലവും എൻ്റെ ഗാനവുമാണ്. അവിടുന്ന് എൻ്റെ രക്ഷയായിരിക്കുന്നു. രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. കർത്താവിന് സ്തുതി പാടുവിൻ, അവിടുന്ന് മഹത്വത്തോടെ പ്രവർത്തിച്ചു. സിയോൻ വാസികളെ ആർത്തട്ടഹസിക്കുവിൻ, സന്തോഷത്തോടെ കീർത്തനങ്ങൾ ആലപിക്കുവിൻ. ഇസ്രായേലിൻ്റെ പരിശുദ്ധനായവൻ
മഹത്വത്തോടെ നിങ്ങളുടെ മധ്യേ ഉണ്ട്. ഈ ദിനത്തിലെ ലേഖനഭാഗം 1 തിമോത്തി 2:4-10 വരെയുള്ള വാക്യങ്ങൾ. സാർവത്രിക രക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു തിരുവചന ഭാഗമാണിത്. ശ്ലീഹ പറയുന്നു, എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. എന്തെന്നാൽ ഒരു ദൈവമേയുള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേയുള്ളൂ, മനുഷ്യനായ യേശുക്രിസ്തു. അവൻ എല്ലാവർക്കും വേണ്ടി തന്നെ മോചന മൂല്യമായി നൽകി. അവൻ യഥാകാലം നൽകപ്പെട്ട ഒരു സാക്ഷ്യവുമായിരുന്നു. അതിൻ്റെ പ്രഘോഷകനായും അപ്പസ്തോലനായും വിശ്വാസത്തിലും സത്യത്തിലും വിജാതീയരുടെ പ്രബോധകനായും ഞാൻ നിയമിക്കപ്പെട്ടു. 1 തിമോത്തി 2:4-7 വരെയുള്ള വാക്യങ്ങൾ. രക്ഷയുടെ അനുഭവത്തിലേക്ക് വളരാനും രക്ഷയുടെ ആനന്ദം പങ്കുവച്ച് സകലരെയും രക്ഷയുടെ അനുഭവത്തിലേക്ക് ആകർഷിച്ചടിപ്പിക്കാനും നമുക്കും പരിശ്രമിക്കാം. സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും. ആമേൻ.